മഴത്തോട് തമ്മിലൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അലീനയും പൗലോസുമായിട്ടുള്ള ആ ഒരു അടിയും വഴക്കും ഇതുവരെയ്ക്കും തീരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാലിനാണെങ്കിലും ആ ഒരു പ്രശ്നം ഇതുവരെയ്ക്കും സോൾവ് ചെയ്യാനും പറ്റുന്നില്ല. കാര്യം നമ്മൾ അലീനയാണെങ്കിൽ ന്യായത്തിൻ്റെ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ അലീന നിൽക്കുന്നുണ്ട്. നമ്മൾ സ്റ്റാലിനും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ സ്റ്റാലിനാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുന്നുണ്ട്. അത് കണ്ടിട്ട് നമ്മൾ പൗലോസ് ആണെങ്കിൽ അലീനയ്ക്കിട്ട് എന്തായാലും ഒരു പണി കൊടുക്കണമെന്ന് വെച്ചിട്ട് തീരുമാനിച്ചുറപ്പിച്ച് നിൽക്കും. എന്തായാലും അച്ഛൻ്റെയും മോളെയും തമ്മിൽ എന്തായാലും ഒന്ന് അകറ്റി നിർത്തിയാലേ പറ്റത്തുള്ളൂ. എങ്കിലേ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്തായാലും അച്ഛനും മോളും കൂടെ ഒന്നിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നെ ഇവിടുന്ന് പുറത്താക്കും. എനിക്ക് എൻ്റെ ജോലി ഇല്ലാതായി പോകുമെന്നൊക്കെ നമ്മൾ പൗലോസ് ചിന്തിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ സ്റ്റാലിനാണെങ്കിൽ കുറച്ച് വൃത്തിയുടെയൊക്കെ കാര്യത്തിൽ കുറച്ച് കൂടുതലായതുകൊണ്ട് എന്തായാലും ആ ഒരു ഇതിൽ തന്നെ കയറി പിടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പൗലോസ് ആണെങ്കിൽ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അലീന ആണെങ്കിൽ അലീനയുടെ റൂമിലോട്ടൊക്കെ വരുന്നുണ്ട് നമ്മളെ പൗലോസ്. ആ സമയത്ത് നമ്മൾ അലീനാണെങ്കിൽ കുളിച്ച് ഫ്രഷായിട്ട് തുണിയൊക്കെ കൊണ്ട് മുകളിൽ ഉണക്കാനിടാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നമ്മൾ പൗലോസ് അലീനയുടെ റൂമിൽ കയറിയാണെങ്കിൽ അലീനയുടെ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. അതിനൊക്കെയാണ് നമ്മൾ അലീന മുടിയൊക്കെ ചീവിയിട്ട് വെച്ചിരിക്കുന്ന ചീപ്പും ഒക്കെ എടുത്ത് കൊണ്ട് പോകുന്നുണ്ട് അലീന കാണാതെ തന്നെ. പൗലോസ് ആണെങ്കിൽ സ്റ്റാലിൻ്റെ ഇരിപ്പിടത്തിൽ കൊണ്ടാണെങ്കിൽ അലീനയുടെ ഡ്രസ്സെല്ലാം വലിച്ചു വാരിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ അലീനയുടെ ചീപ്പും കൊണ്ട് ആ മേശപ്പുറത്ത് കൊണ്ടാണെങ്കിൽ അവിടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ പൗലോസ് ആണെങ്കിൽ അവിടുന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരിച്ച് നമ്മൾ സ്റ്റാലിൻ തിരിച്ച് വീട്ടിലേക്ക് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ സ്റ്റാലിനാണെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണെങ്കിൽ സ്റ്റാലിൻ്റെ ആ ഒരു ഇരിപ്പിടത്തിലേക്ക് വേണ്ടി സ്റ്റാലിൻ പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ അലീനയുടെ ആണെങ്കിൽ ഡ്രസ്സെല്ലാം അവിടെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ സ്റ്റാലിൻ ചിന്തിക്കുന്നുണ്ട്, ഇവളെന്താ ഇത് ഇങ്ങനെ എല്ലാം കൊണ്ടിട്ടിരിക്കുന്നത്, ഇവൾ എൻ്റെ അടുത്ത് വാശി തീർക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ നമ്മൾ സ്റ്റാലിൻ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാലിൻ ചിന്തിക്കുന്നു, എന്തായാലും ഇത് കണക്ക് അലീന ഒരിക്കലും ചെയ്തിട്ടില്ലല്ലോ, ഇങ്ങനെ ഡ്രസ്സൊന്നും വലിച്ചു വാരി ഇവിടെ കൊണ്ട് ഇടത്തില്ലല്ലോ, അത് അങ്ങനെ ഒരു പാടുമില്ലല്ലോ, ഇവിടേക്കാണെങ്കിൽ വൃത്തിയും വെടുപ്പൊക്കെ ഉള്ള കാര്യങ്ങളല്ലേ, അതെല്ലാം അലീനയൊക്കെ അറിയുന്ന കാര്യമാണല്ലോ, പിന്നെ എന്താ ഇവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ നമ്മൾ സ്റ്റാലിൻ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, അലീൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാമെന്നൊക്കെ നമ്മൾ സ്റ്റാലിൻ ചിന്തിച്ചിട്ട് സ്റ്റാലിൻ മുമ്പോട്ട് പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്താണ് സ്റ്റാലിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ വൃത്തി ആഗ്രഹിക്കുന്നതും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതുമായ ആ ഒരു ടേബിളിൻ്റെ പുറത്ത് നമ്മൾ അലീനയുടെ ചീപ്പ് കിടക്കുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാലിൻ ചിന്തിക്കുന്നുണ്ട്, ഈ ഒരു ചീപ്പ് ഞാൻ അലീനയ്ക്ക് വാങ്ങിക്കൊടുത്തതാണല്ലോ നമ്മൾ സ്റ്റാലിൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇവളെന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇതൊക്കെ പാടില്ലാത്ത കാര്യങ്ങളല്ലേ, ഇതൊക്കെ ഫുഡ് കഴിക്കുന്നിടത്താണ് ഇതൊക്കെ കൊണ്ട് വെക്കുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്റ്റാലിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ സ്റ്റാലിനാണെങ്കിൽ അലീന അലീന എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അലീന ചിന്തിക്കുന്നുണ്ട്, എന്താ പപ്പ ഇങ്ങനെ ദേഷ്യത്തിൽ വിളിക്കുന്നത്, എന്തോ പ്രശ്നമുണ്ടല്ലോ, ഇനി പൗലോസേട്ടൻ എന്നെ എന്തെങ്കിലും പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ആലോചിച്ച് തന്നെ നമ്മൾ അലീനയാണെങ്കിൽ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ സ്റ്റാലിനാണെങ്കിൽ അലീനടുത്ത് ചോദിക്കുന്നത്, നീ എന്താ ഈ കാണിക്കുന്നത്, ആഹാരം കഴിക്കുന്ന സ്ഥലത്താണോ നീ ഇത് കൊണ്ട് വെക്കേണ്ടത്, ഇതൊക്കെ കുറച്ച് വൃത്തിയും കാര്യങ്ങളൊക്കെ വെക്കേണ്ട വെടുപ്പമുള്ള സ്ഥലങ്ങളല്ലേ, ഇതൊക്കെ ഇവിടെയാണോ പെൺകുട്ടികൾ വെക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഏതെങ്കിലും അലമാരയിലോ അല്ലെങ്കിൽ വാർഡ് ബോർഡിലൊക്കെ അല്ലേ വെക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ നമ്മൾ അലീനടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ നമ്മൾ സ്റ്റാലിനാണെങ്കിൽ ആ ചീപ്പൊക്കെ എടുത്ത് വലിച്ചെറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അലീനയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം വരുന്നുണ്ട്, ഇതെങ്ങനെ ഞാൻ ഉപയോഗിക്കുന്ന ചീപ്പ് ഞാൻ പോലും അറിയാതെ ഇവിടെ ഇങ്ങനെ ഇവിടെ വന്നെന്നൊക്കെ ഉള്ള ഒരു കാര്യമൊക്കെ നമ്മൾ അലീന ആലോചിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ സ്റ്റാലിനാണെങ്കിൽ അതുപോലെ തന്നെ ആ ഒരു അലീനയുടെ ഡ്രസ്സൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാനിരിക്കുന്ന ഇരിപ്പിടത്തിലാണ് ഇവിടെ കൊണ്ടിടേണ്ടത്, നിനക്ക് വൃത്തിയും കാര്യങ്ങളും ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഏത് അഴുക്കിൽ നിന്ന് വരുന്നവർക്കാണെങ്കിലും വൃത്തിയും കാര്യങ്ങളൊക്കെ വേണമല്ലോ, നിനക്ക് അതൊന്നും ഇല്ലേ, നിന്നെ അതൊന്നും പഠിപ്പിച്ചിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാലിനാണെങ്കിൽ അലീനയെ ഒരുപാട് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും. അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റാലിനാണെങ്കിൽ വായി വരുന്നതെല്ലാം വിളിച്ച് പറഞ്ഞിട്ട് സ്റ്റാലിൻ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ പൗലോസ് ആണെങ്കിൽ ഭയങ്കര ആസ്വദിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത്, എന്തായാലും ഇനി ഈ ഒരു പ്രശ്നം നല്ല വലുതായിട്ടാണെങ്കിൽ പപ്പയും മോളും എന്തായാലും ഉടക്കി പിരിഞ്ഞ് എന്തായാലും അലീന ഇവിടെ നിന്ന് പൊയ്ക്കോളും, നീ പോകാൻ വേണ്ടിയൊക്കെ എല്ലാം ബാഗൊക്കെ ആയിട്ട് റെഡിയായി നിന്നോ അലീന എന്നൊക്കെ നമ്മളെ പൗലോസ് ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നാണെങ്കിൽ നമ്മൾ അലീനാണെങ്കിൽ നമ്മൾ സ്റ്റാലിൻ പറഞ്ഞത് കേട്ട് സങ്കടപ്പെട്ട് പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെ എനിക്കിത് സംഭവിച്ചു, എനിക്കിങ്ങനെ സംഭവിക്കുന്നതല്ലല്ലോ, ഞാനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വെക്കുന്നതാണല്ലോ, പിന്നെ എൻ്റെ ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഇവിടെ വന്ന് പപ്പ ഇരിക്കുന്ന ആ ഒരു കസേരയ്ക്കകത്താണെങ്കിലും എൻ്റെ ചീപ്പ് ഈ ഒരു ടേബിളിൻ്റെ പുറത്തൊക്കെ എങ്ങനെ വന്നത്, ആര് കൊണ്ട് ഇട്ടത്, എന്തായാലും എനിക്കിട്ട് ആരോ നല്ല പണി തന്നതൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അലീനയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് വീഡിയോസായിട്ടൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.